Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. What is happening in your life? നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഈ സമയം സംഭവിക്കുന്നത്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. അഗെയിൻ ജനറിക് റീഡിംഗ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാം. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. All right, let's start with group number 1. ഹലോ, ഗ്രൂപ്പ് നമ്പർ 1, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഈ സമയം സംഭവിക്കുന്നത്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1, ഈ സമയം നിങ്ങൾ പോകുന്ന സാഹചര്യം നിങ്ങൾ ഒരുപാട് ബേൺ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ ഇങ്ങനെ പുകയ്ക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പുകച്ച് പുറത്ത് ചാടിക്കുന്നുണ്ടായിരിക്കണം പല കാര്യങ്ങളും. അത് നിങ്ങളുടെ ദേഷ്യമായിരിക്കാം, സന്തോഷമായിരിക്കാം, സങ്കടമായിരിക്കാം, ഇമോഷൻസ് ആയിരിക്കാം, റൈറ്റ്? അല്ലെങ്കിൽ എന്താണോ നിങ്ങളിങ്ങനെ അടക്കി പിടിച്ചിട്ടുള്ളത് അതൊക്കെ പുറത്തേക്ക് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതും അല്ലെങ്കിൽ പുറത്തേക്ക് കളയുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ്. സാഹചര്യം നിങ്ങൾ അതുപോലെ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഈവൻ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് മാറി നിന്നാൽ പോലും സിറ്റുവേഷൻ നിങ്ങൾ അതുപോലെ ഒരു അവസ്ഥയിൽ കൊണ്ടു നിർത്തുന്നുണ്ടായിരിക്കണം, അല്ലെ? ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ചില കോമ്പറ്റീഷൻ, നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ടുവരുത്തുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് ഒരുപാട് ടൈം അതിൽ വേസ്റ്റ് ചെയ്യാൻ തോന്നില്ല, അല്ലെങ്കിൽ ടൈം അതിൽ വേസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. സോ ചില കാര്യങ്ങളൊക്കെ റഷ് ചെയ്യാൻ തോന്നുന്ന ചില സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങൾക്ക് കുറച്ച് സമയമായിട്ട് നിങ്ങൾ അനങ്ങാണ്ടൊരു പ്ലേസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ആക്റ്റീവായിട്ടൊന്നും ചെയ്യാതെ പോകുന്നൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സാഹചര്യം നിങ്ങളെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ട് ഒരു കോമ്പറ്റീഷൻ തരുന്നുണ്ടായിരിക്കണം, ഒരു പ്രഷർ തരുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പല സാഹചര്യങ്ങളും ലൈഫായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കണം, അല്ലെ? ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ചിലത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് ബേൺ ചെയ്യുന്നത് നിങ്ങൾ ചില റിയാക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് വിഷമായിട്ട് ആ ഒരു സാഹചര്യം എടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആ ഒരു കാര്യമല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ചില കാര്യങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സഫോക്കേറ്റഡ് ആക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനും അവിടെ ആക്ഷൻ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് നിങ്ങൾക്കറിയാം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടായിരിക്കണം, അല്ലെ? എല്ലാ കാര്യങ്ങളും റൈറ്റ് പ്ലേസിൽ അലൈൻഡ് ആവുന്നത് പോലെ, അല്ലെങ്കിൽ കണക്ട് ആവുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു റെസ്പോൺസ് അതിന് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ജോബിന് പോവുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു റിട്ടേൺ നിങ്ങൾക്ക് പല കാര്യത്തിൽ നിന്നും നിങ്ങളുടെ ലൈഫിന്റെ പല സിറ്റുവേഷനായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആയിട്ടും ഒരുപാട് ആക്റ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും കാണുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസിലായിട്ട് ചില മാറ്റങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. Your relationship with one another is about to deepen. Love conquers and transforms all things. റൈറ്റ്? സോ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാനും, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ചില റിലേഷൻഷിപ്പ് നമുക്ക് ലൈഫിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് ചില ബന്ധങ്ങളുടെ ആഴങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? സോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കുന്നതും ആ ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെയാണ് ആ ലൈഫിന്റെ ഓരോ സിറ്റുവേഷൻ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതും അതാണ്. ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് അത് നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആയിരിക്കാം, ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒരുപാട് ഇങ്ങനെ പുകയ്ക്കുന്നത്, നിങ്ങളുടെ തല
പുകയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ കുറെ കാലമായിട്ട് ഒരേ അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ്, മാരേജ് ലൈഫ് ആയിരിക്കാം. കാരണം ചില കാര്യങ്ങളൊക്കെ എരിച്ചു കളയുന്നുണ്ട് അല്ലെങ്കിൽ കത്തി എരിയുന്നുണ്ട്. ഓക്കെ, പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില ചാലഞ്ചസ് ക്ലോസ്ഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ എന്താണോ നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊണ്ടുവെക്കുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അവിടെ സംസാരിച്ചാലേ ചില സാഹചര്യങ്ങളെ, ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ അതിലേക്കൊരു ആക്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഈ സാഹചര്യം നിങ്ങളെ പല കാര്യങ്ങളും, നിങ്ങളുടെ മനസ്സിലെ പല കാര്യങ്ങളും ഫോഴ്സ്ഫുള്ളി തന്നെ പുറത്തേക്ക് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ചില ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ ക്ലോസ് ചെയ്യാനും റിലേഷൻഷിപ്പ് ക്ലോസ് ചെയ്യാനും, ചിലത് പ്രശ്നങ്ങളെല്ലാം പുറത്തിട്ട് അത് നല്ല രീതിയിൽ റീകണക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല പോയിട്ടുള്ള അവസ്ഥകളും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളും ഒരു കംപ്ലീറ്റ് ആയിട്ട് അത് കത്തിയെരിച്ചു കളയുന്ന അത്ര ഒരു നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ കത്തിയെരിച്ചു കളയുന്നത്, അഗ്നി എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് അല്ലെ. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടാത്തത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെന്നാണോ പുറത്തേക്ക് വരാൻ ആഗ്രഹിച്ചത് അതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫിനെ എൻഡ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഫെമിനൻ എനർജി, ഇപ്പം നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാം ഫെമിനന്റെ പല പല ക്വാളിറ്റീസ് ഉണ്ട്. കാമായിട്ടുള്ളതും ഒരുപാട് സ്നേഹമായിട്ടുള്ളതും ഒരുപാട് വാത്സല്യം കാട്ടുന്നതും ഒരുപാട് ഇമോഷൻസ് കാട്ടുന്നതുമായിട്ടുള്ള പല 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 ഭാവങ്ങൾ നമുക്ക് ഫെമിനൻ ക്വാളിറ്റീസിൽ കാണാൻ സാധിക്കും അല്ലെ. സോ അതുപോലത്തെ ഒരു വേർഷനാണ് ഒരു ആങ്കർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു അവസാനത്തെ ഒരു ഫോം. ലൈക്ക് ചില കാര്യങ്ങളൊക്കെ സംഹരിക്കാനുള്ള ഒരു കഴിവുണ്ടാവുക, ചില കാര്യങ്ങളൊക്കെ സംഹരിക്കാനുള്ള ഒരു പവറും ആ ഒരു ഫെമിനൻ ക്വാളിറ്റിക്ക് ഉണ്ട്, ഫെമിനൻ എനർജിക്ക് ഉണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ നിങ്ങളുടെ ഒരു ക്ഷമയുടെ അതിന്റെ ഒരു അറ്റം വരെ പോയിട്ടായിരിക്കാം ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഹിഡൻ പവർ നിങ്ങൾ ചില ആളുകൾ ഈ ഒരു സമയം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ചില ആളുകൾക്ക് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പേടിച്ചിട്ടുള്ള പല കാര്യങ്ങളും, നിങ്ങൾ ആരെയാണോ പേടിച്ചിട്ടുള്ളത്, ഏത് സിറ്റുവേഷനെയാണോ പേടിച്ചിട്ടുള്ളത്, നിങ്ങളുടെ എന്ത് അവസ്ഥയാണോ ഇത്ര കാലം നിങ്ങൾ പേടിച്ചിട്ടുള്ളത്, ഫേസ് ചെയ്യാതെ മടിച്ചു നിന്നിട്ടുള്ളത്, നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരികയാണ്, നിങ്ങൾ അത് ഫേസ് ചെയ്യാണ്. നിങ്ങൾ ഇത്രകാലം പേടിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും ആളുകളെയും നിങ്ങൾ പേടിയാവുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാറ്റത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു മാറ്റമാണ് നിങ്ങൾ വെരി നിയറസ്റ്റ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സംഹരിക്കാനുള്ള ഒരു ക്രൈവ്, നിങ്ങളുടെ അത്രയൊരു സ്ട്രോങ് ആയിട്ടുള്ള, അത്ര പവർഫുൾ ആയിട്ടുള്ള, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങളൊന്നും പേടിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പേടി ഈ ഒരു സിറ്റുവേഷനോടോ ആളുകളോടോ നഷ്ടപ്പെട്ടു പോവോ, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ, ഇതിന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ, ഇത് ഡീൽ ചെയ്യാൻ പറ്റുമോ, സോൾവ് ചെയ്യാൻ പറ്റുമോ, ഇത് ഡീൽ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഓൾറെഡി ചില ആൻസേഴ്സ് നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ കണക്ട് ചെയ്തിട്ട് അല്ലെ. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ചില ആളുകൾക്ക് നിങ്ങളുടെ സ്നേഹം കൊണ്ട് ചില കാര്യങ്ങൾ മാറ്റാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഗ്രൂപ്പ് നമ്പർ 1. സോ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ലെറ്റ്സ് സീ. എന്താണ് ഈ സമയം നിങ്ങളുടെ ലൈഫിൽ, എന്താണ് ഈ സമയം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? അഗെയിൻ സൺ. ഓക്കെ, ഫയർ, സൺ. സോ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് കാണുന്ന ഒരു ടൈമിലാണ് നിങ്ങൾ ഈ സമയം പോകുന്നുണ്ടായിരിക്കുക. എസ്പെഷ്യലി ഫാമിലിയിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ വൈഫ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളൊരു കുടുംബത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ കുട്ടികളായിരിക്കാം, നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൽ പ്രൗഡ് ആയിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ പല കാര്യങ്ങളും നിങ്ങൾ പുതുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം, ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ ക്ഷമ നിങ്ങൾ വിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് അതാണ് ആളുകൾ ഒരുപാട് പേടിപ്പിക്കുന്നത്, നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ. കാരണം നിങ്ങളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് തോന്നാണ് അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാറ്റം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലെങ്കിൽ അത് മറ്റുള്ള ആളുകളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കാത്തൊരു കാര്യമാണ്. നിങ്ങൾക്കത് അത്യാവശ്യമായിട്ടുള്ള ഒരു മാറ്റമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക്
ഓൾറെഡി ചില ആളുകൾ നിങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റം എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് വലിയൊരു ത്രെട്ടനിങ് ആയിട്ട് മാറുന്നുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊരു മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കൂടുതൽ അടുപ്പിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കൊരു വേർത്ത് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ മേലെ എന്തൊക്കെ ഒരു വേർത്ത് ആയിട്ട് തോന്നുന്നത്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഒരുപാട് അറ്റൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരുപാട് അറ്റൻഷൻ ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്, ഈവൻ നിങ്ങൾ സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ മേലേക്ക്. ഓക്കെ, സോ ഒരു ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സ്നേഹം കൊണ്ട് ഹീൽ ആവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ മേലെ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹവും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള, നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന ചില അവസ്ഥകളും ചില ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത്, നിങ്ങൾക്കത് കൺവിൻസിങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വേർത്ത് ആണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, സോ അത് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടാവുന്ന മാറ്റമായിരിക്കാം, നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാറ്റമായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന മാറ്റമായിരിക്കാം. ബട്ട് ഈ ഒരു മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ്, സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്ന സമയത്താണ്. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ, റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിൽക്കേണ്ടതായിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ഓഫേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ജോബ് ഓഫർ, ജോബൊക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് നോക്കുക. കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഡിമാൻഡ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ സ്കില്ല് കൊണ്ടായിരിക്കാം, നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം. അത് ഈവൻ നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന സമയത്തും റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും കരിയറിൽ വരുന്ന സമയത്തും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കില്ലൊക്കെ ഉണ്ടെങ്കിലോ, ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലോ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. ഈവൻ നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറഞ്ഞ കാര്യത്തിൽ പോയി സെറ്റിൽ ചെയ്യാതിരിക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ അവസ്ഥ കാരണം നിങ്ങൾക്ക് ലീസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ പോയി സെറ്റിൽ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓൾറൈറ്റ്, അത് നിങ്ങളുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും, ഫ്രണ്ട്ഷിപ്പിലാണെന്നുണ്ടെങ്കിലും, ജോബിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഈവൻ നിങ്ങൾ ഫൈനാൻഷ്യലി എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞതിൽ പോയി നിങ്ങൾ സെറ്റിൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ചില ആളുകൾക്ക് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ജോബൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ പ്ലാൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ പ്ലേസിൽ പോയി വർക്ക് ചെയ്യുക, ദൂരസ്ഥലത്തിൽ എന്തെങ്കിലുമൊക്കെ ജോബ് ഓഫറോ വേറെ കൺട്രി ആയിരിക്കാം. സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ, അതിൽ നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോസസ്സിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം, അല്ലെ? നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ചിലത് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈക്കിക് സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓൾറൈറ്റ്, നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ സേഫ് ആക്കുന്നതും നിങ്ങളെ പ്രൊട്ടക്റ്റഡ് ആക്കുന്നതും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങളുടെ ചില ഉറച്ച വിശ്വാസങ്ങളും അല്ലെങ്കിൽ തീരുമാനങ്ങളും ഒക്കെയാണ്. ഓൾറൈറ്റ്, സോ അതിൽ നിങ്ങൾ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ സ്ത്രീ ആണെന്നുണ്ടെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങള് കുറച്ചുകൂടെ ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടാവുന്നത് നമുക്ക് നമ്മളോട് തന്നെ ചില റെസ്പെക്റ്റും സ്നേഹവും ഉള്ളത് കൊണ്ടാണ്. അതിൽ നമ്മളൊരു കോംപ്രമൈസ് കാണിക്കില്ല. സോ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കൂടുതൽ ഡിസിപ്ലിൻഡ് ആവുന്നുണ്ട്. ഈവൻ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ്ലി അത് വേണ്ടെന്ന് വെക്കും, അല്ലെ? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതുപോലത്തെ ആക്ഷൻ ആണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് എത്ര ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ എത്ര സിമ്പതി ഉണ്ട്
എത്ര എംപതി ഉണ്ട് എന്നുള്ളതല്ല. സോ ചില കാര്യങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയണം, ചെയ്യണം, മാറണം, മാറി നിൽക്കണം എന്നൊക്കെയുള്ള പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ വരുന്ന സമയത്തും ഫാമിലിയിൽ വരുന്ന സമയത്തും നിങ്ങൾക്ക് ഒരുപാട് കൺസിഡറേഷൻ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് വാലിഡേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും അത് നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങളെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല നമ്മൾ കൂടുതൽ ഡിവൈൻ ആയിട്ട് കണക്ട് ചെയ്യുക. കാരണം എന്തൊരു പവർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനും ഒക്കെ അതുപോലെയാണ്. ഓക്കെ, ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ചേഞ്ചസ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ ഇത്ര കാലം കാണാത്ത ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, സോ ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറവായിരിക്കും നിങ്ങൾക്ക്, കാരണം നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ വളരെ സ്റ്റബേൺ ആയിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ കുറച്ചുകൂടി സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് ആളുകൾക്ക്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളിലേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങൾ ഒന്നിലേക്കും പോവല്ല, നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണ്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അവിടേക്ക് ആളുകൾ വരികയാണ്. അത് നിങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ, നിങ്ങളുടെ കരിയറിലോ, ജോബിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്കാണ് കൂടുതൽ ആളുകൾ അട്രാക്റ്റഡ് ആവുന്നത്. ഓക്കെ, സോ ജോബിലൊക്കെ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. സോ ട്രസ്റ്റഡ്. ഓക്കെ, സോ നിങ്ങൾ പോയിട്ടുള്ള അവസ്ഥയിൽ നിന്നല്ല നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രൊമോഷനോ എന്തെങ്കിലും ചേഞ്ചസോ ഈവൻ ട്രാൻസ്ഫറോ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് മേ ബി ലൈക്ക് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. സോ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെ കൂടുതൽ ഐഡിയാസ് കിട്ടുന്നുണ്ട്, അല്ലെ? സോ നിങ്ങൾ എത്ര ബ്ലെസ്ഡ് ആണ്, നിങ്ങൾ എത്ര കണക്റ്റഡ് ആണ്. നമ്മൾ നമ്മുടെ സ്പിരിച്വൽ ജേർണിയിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ നമ്മൾ വളരെ ഹൈലി കണക്റ്റഡ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരു ഹയർ സെൽഫ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എക്സാക്ട്ലി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. നിങ്ങൾ ഓരോ കാര്യത്തിലും ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ചില മീനിങ്സ് ഉണ്ടാവുന്നുണ്ട്, ചില എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റഡ് ആവുന്നുണ്ട്, നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഈസിനെസ് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ്, അതാണ് നിങ്ങൾ ചില ആക്ഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? സോ ആ ഒരു സിറ്റുവേഷന് പുറത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബേൺ ആവുന്ന സമയത്ത്, പുറത്തേക്ക് വരുന്ന സമയത്ത് ചില ആളുകൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. കാരണം നിങ്ങൾക്കത് കുറച്ചൊരു പേടി തരുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ ഇത്ര കാലമായിട്ട് ചെയ്യാൻ പേടിച്ചിട്ടുള്ളതും, പറയാൻ പേടിച്ചിട്ടുള്ളതും, എടുക്കാൻ പേടിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചില ആക്ഷൻ ആയിരിക്കാം. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ചില ആളുകൾക്ക് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചില ഫിയേഴ്സ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങളത് ബോൾഡ് ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുക. എക്സ്റ്റേണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തും നിങ്ങൾ അത് ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെയാണ് കൂടുതൽ വോക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ കഴിവും, നിങ്ങളുടെ ഫിയർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചില പേടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഓവർകം ചെയ്യാനും, അങ്ങനെ ഓവർകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനും, നിങ്ങളുടെ ചില പേർപ്പസ് കൂടുതൽ, ലൈഫ് പേർപ്പസ് കൂടുതൽ മനസ്സിലാക്കാനും, ചില ആളുകൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ഈ ഒരു സമയത്ത് കണക്ട് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും, അല്ലെ? നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. റൈറ്റ്, ചില ആളുകൾക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് പേർപ്പസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര സ്ട്രോങ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇത്ര ഇൻഡിപെൻഡന്റ് ആവുന്നത്, ബോൾഡ് ആവുന്നത്, ഒരുപാട് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, നിങ്ങൾ ചില പ്രശ്നങ്ങൾ ഇത്ര കാലം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റില്ല, ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് വരുന്ന സമയത്താണ്. ഓക്കെ, അവിടെ നിങ്ങളുടെ റെസ്പോൺസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആർക്ക് നിങ്ങളുടെ ഒരു റെസ്പോൺസ് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുക, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. ഓക്കെ, നിങ്ങളുടെ പ്രവൃത്തിയിൽ കൂടുതൽ എൻഗേജ്ഡ് ആവുക. ഓക്കെ, സംസാരിക്കുക ഇൻ ദി സെൻസ്, ചില പ്ലേസിൽ നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം, ചില പ്ലേസിൽ നിങ്ങളുടെ ആക്ഷൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ചില പെർമിഷൻസ് ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ചിലതിലേക്ക് വാട്ട് ഐ എം ഹിയറിംഗ് ഈസ്, നിങ്ങൾ ചില കോൺവെർസേഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ടൈം അവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക.
ആളുകൾക്ക് അവിടെ പല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഒരു മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് ആരൊക്കെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നോ അവരൊക്കെ നിങ്ങളിലേക്ക് തന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചൂസ് ചെയ്യുന്നത്, എന്തിലേക്കാണ് നിങ്ങളുടെ എനർജി കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് ആക്ച്വലി വേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വർക്ക് ഇറ്റ് ഓൺ. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 1 അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Group number 2, what is happening in your life? See, group number 2, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സമയം കേൾക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്, ലവ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. ഓൾറൈറ്റ്, കണക്ഷൻ, ഫീലിങ്സ്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ എന്താണോ സംഭവിക്കുന്നത്. മേ ബി നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ത്രോട്ട് ചക്ര നാച്ചുറലി ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങള് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ടെലിപ്പസിക്കലി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് ഡിസ്റ്റൻസ് കുറയുന്നുണ്ട്. ഈവൻ നിങ്ങൾ എത്ര ദൂരത്ത് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും, ഈവൻ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റൈറ്റ് എനർജി നിങ്ങൾക്ക് ടെലിപ്പസിക്കലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനർജറ്റിക്കലി നമ്മൾ ഒരാളെ ഫിസിക്കലി മീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ചില എനർജറ്റിക്കൽ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എനർജറ്റിക്കൽ ആയിട്ടുള്ള യൂണിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതിനുശേഷമാണ് നമ്മൾ ഫിസിക്കലി ചില ആളുകളെ നമ്മുടെ ലൈഫിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില ആളുകളെ നമ്മൾ കണക്ട് ചെയ്യുക. സോ ഈ ഒരു സമയം ചില എനർജറ്റിക്കൽ ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചില ടെലിപ്പസിക് ബോണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. സോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ട കാര്യം കൂടെ ഇല്ല. എസ്പെഷ്യലി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ത്രോട്ട് ചക്ര ക്ലെൻസ്ഡ് ആവുന്നത് കൊണ്ടും ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ടെലിപ്പസിക്കലി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആരെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് അവരുമായിട്ടുള്ള ചില സ്ട്രോങ് ആയിട്ടുള്ള ടെലിപ്പസിക് ബോണ്ട് ആക്ച്വലി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ റൊമാൻറ്റിക് ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വളരെ ഡീപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഇറ്റ്സ് ഓക്കെ. ലൈക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞില്ല, കേട്ടില്ല, മനസ്സിലായില്ല, തെറ്റിദ്ധാരണ, എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അത് നാച്ചുറലി ക്ലെൻസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെലിപ്പസിക്കലി കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ. സോ മനസ്സിലാക്കുക, ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ തീർക്കണം എന്നില്ല. ഓക്കെ, സോ റൈറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എനർജറ്റിക്കലി നമുക്ക് ക്ലെൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. സോ ചില റീകണക്ഷൻ അല്ലെങ്കിൽ ചില റീയൂണിയൻസ് ടെലിപ്പസിക്കലി കണക്ട് ആവുന്നുണ്ട്. എസ്പെഷ്യലി ഒരുപാട് ലോങ് ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ ഒരു കുറെ കാലത്തിന് ശേഷം നിങ്ങൾ റീകണക്ട് ചെയ്യുന്ന ചില എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കണക്ഷൻ ഒക്കെ തോന്നിയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരായിട്ടുള്ള ചില എനർജറ്റിക്കൽ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ടെലിപ്പസിക്കലി നിങ്ങൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങൾ ഫിസിക്കലി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകളായിട്ട് സെപ്പറേഷൻ, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് കൂടുതൽ കണക്റ്റഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, കാരണം നിങ്ങളുടെ സ്നേഹത്തിന് സമയോ സ്പേസോ അകലോ ഒന്നും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല. ഈ ഒരു സമയത്ത് ഒന്നും നിങ്ങൾക്ക് മിസ്സാവുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എനർജറ്റിക്കലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഈവൻ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തൊരു കാര്യം എനർജറ്റിക്കലി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൈ ഡിയർ സിംഗിൾസ്, സോ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളാണ്. ഓക്കെ, സോ കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ചില എനർജറ്റിക്കൽ
കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ട്രസ്റ്റ് മീ, നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഇന്റിമസി, ഒരു റൊമാൻറ്റിക് കണക്ഷൻ, അതായത് നിങ്ങളുടെ സെക്ഷൽ ലൈഫിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ വളരെ മ്യൂച്വലി കണക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും, കാരണം നിങ്ങളുടെ സാക്രൽ ചക്ര, ത്രോട്ട് ചക്ര ഒക്കെ ഒരുപാട് കണക്റ്റഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര. ഓൾറൈറ്റ്, സോ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ചില മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ടാവും. ലോങ് ഡിസ്റ്റൻസ് എന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നതായിരിക്കാം, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. സിംഗിൾ ആയിട്ടുള്ള ആളുകൾ ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രപ്പോസൽ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് എന്ന് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങളൊരു വളരെ കാലത്തിന് ശേഷം ചില റീകണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ ഒക്കെ തോന്നിയിട്ടുള്ള ആളുകള്, വളരെ കണക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ എത്ര റെയർ ആണെന്നുള്ളതാണ്. ഓക്കെ, സോ എത്ര വാല്യുബിൾ ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആളുകളാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങൾ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ കൂടെ അത് ആ ഒരു വ്യക്തിയും കൂടെ അത് കണക്ട് ചെയ്യുന്നുണ്ട്. അത് വൺ ആൻഡ് ഓൺലി ഫീലിങ്സ് അല്ലെങ്കിൽ പേഴ്സൺ എന്നുള്ള ചില അഷുറൻസ് അല്ലെങ്കിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ ഒരു തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത് ഇപ്പം നമുക്കറിയാം, ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നമ്മൾ അത് തന്നെ ഒരുപാട് കാലം കണ്ടിന്യൂ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കില്ല. അല്ലെ, അവിടെ പ്രോബ്ലംസ് ഉണ്ടാവണം, സെപ്പറേഷൻസ് ഉണ്ടാവണം, വേറെ കാര്യത്തിലേക്ക് വരണം. സോ ആ ഒരു സമയത്താണ്, മാറ്റങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമുക്ക് എത്രമാത്രം വാല്യുബിൾ ആയിരുന്നു അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുക. അല്ലെ, സോ നിങ്ങൾ ഒരു ടൈമിൽ കണക്ട് ചെയ്തിട്ടുള്ള ചില ആളുകൾ, അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പോ എന്തോ ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പോ എന്തോ ആയിക്കോട്ടെ, ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വാല്യൂ നിങ്ങളും അതുപോലെ ആ വ്യക്തിയും തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയം പോകുന്നത്. ഓക്കെ, സോ ഒരു ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരിക്കണം. ആ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ ഒരുപാട് ഇവന്റിലൂടെ പോയിട്ടുണ്ടായിരിക്കണം, വേറെ ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരുപാട് ചാലഞ്ചിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. സോ ഈ ഒരു കാര്യം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു കാര്യം എത്രമാത്രം സ്പെഷ്യൽ ആയിരുന്നു എന്നുള്ളത് റിയലൈസ് ചെയ്യുന്ന ചില മൊമെന്റ്സും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങളൊക്കെ ഇത് വൺ ആൻഡ് ഓൺലി ആണ്, അല്ലെങ്കിൽ ഇത് വളരെ റെയർ ആണ്, ഇത് പ്രഷ്യസ് ആണ്, അല്ലെങ്കിൽ ഇത് എനിക്കുള്ളതാണ്, എന്റേതാണ് എന്നുള്ള ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിലും ചില കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സെപ്പറേഷൻ നിങ്ങൾ അതുപോലെയാണ് ഈ ഒരു സമയം റിലേറ്റ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് നിങ്ങളുടെ പേർപ്പസ് ആണ്, നിങ്ങൾ പല പല ജോബിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കണം, പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു പേർപ്പസ് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് നിങ്ങൾ വെറുതെ ഒരു സർവീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേർപ്പസ് ചെയ്യാന്ന് മാത്രം എന്നുള്ളതല്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന ചില റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. നിങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യം, അതെന്ന് എന്താണോ നിങ്ങൾ അർഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സമയം. നിങ്ങൾ ആ ഒരു പേർപ്പസിൽ ഓൾറെഡി ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം ചില ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ വെരി സൂൺ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റിട്ടേൺസ് ആയിരിക്കാം. സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേർപ്പസിന്റെ ഭാഗമായിട്ടോ പാഷന്റെ ഭാഗമായിട്ടോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അതിൽ ഉണ്ടാവുന്നുണ്ട്, ഇമോഷണലി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, ആൻഡ് നിങ്ങൾക്ക് അതിന് ഇൻകംസ് ഉണ്ടാവുന്നുണ്ട്, വാല്യൂബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. അത് ഈവൻ ലൈക്ക് നിങ്ങളുടെ സ്നേഹം, ലവ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് ചില ടെലിപ്പത്തിക് ബോണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ടാവുന്നില്ല അവിടെ. ഓക്കെ, ഇമോഷണലി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇത്ര കാലമായിട്ട് ബോധർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ബോധർ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് വളരെ കാം, പീസ്ഫുൾ, സേഫ്, സെക്യൂർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഇത്ര കാലമായിട്ട് നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടായിരിക്കണം, ചില കാര്യങ്ങളെ പറ്റി ആലോചിച്ച്, ചില ആളുകളെ പറ്റിയിട്ട് ആലോചിച്ച്, ചില മിസ്സിങ്ങിനെ പറ്റിയിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയം മിസ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് മിസ് ചെയ്യുന്നത്, ഇത്ര കാലം നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് അവിടെ കിടന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളതും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ്, തോട്ട്സിലൂടെയാണ്
സമാധാനമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. അത് മനസ്സിലാക്കുക. എനർജറ്റിക്കലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാറ്റങ്ങൾ കൊണ്ടാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ട്, ഈവൻ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് അലൈൻഡ് ആവുന്നുണ്ട്. ഓൾറെഡി അറിയാം ചില ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യോ, ഓർ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യോ, ഓർ നിങ്ങളുടെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ചില കണ്ടുമുട്ടലുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സി, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകുന്ന ചില പ്ലേസിന്ന് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ആളുകളെ വീണ്ടും റീകണക്ട് ചെയ്യുന്ന ചില അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അങ്ങനെ ചില റീയൂണിയൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾ പ്ലാൻ ചെയ്തോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെയോ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ബോദർ ചെയ്യുന്നുണ്ട്. സി, ഇറ്റ്സ് ലൈക്ക് നമുക്ക് ചില ടെലിപ്പത്തിക് ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവും, ആർഗ്യൂ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെ? ചില ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ചില വാക്കുകളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. അത് നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കണം. റൈറ്റ്, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ ബോദർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ആ ഒരു കെട്ടുകുടുക്കിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള ചില ആളുകളുടെ വാക്കുകള് അത് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലെന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ട്രസ്റ്റ് മീ ഗൈസ്, സോ നിങ്ങൾ ഇനി അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ബോദർ ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ചില ആളുകളുടെ വാക്കുകൾ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. റൈറ്റ്, സോ പല കാര്യത്തിലും നിങ്ങളുടെ ലൈഫിന്റെ പല കാര്യത്തിലും വീണ്ടും ഗ്രോത്ത് ഉണ്ടാവുകയാണ്. ഓക്കെ, വീണ്ടും വളർച്ച ഉണ്ടാവുകയാണ്. ഇറ്റ്സ് ലൈക്ക് കുറെ കാലമായിട്ട് ജോബിന് പോവാത്ത ആളുകൾ ജോബിന് പോകുന്നു, കുറെ കാലമായിട്ട് സംസാരിക്കാത്ത ആളുകൾ വീണ്ടും സംസാരിക്കുന്നു, വീണ്ടും റീകണക്ട് ചെയ്യുന്നു, വീണ്ടും യാത്ര ചെയ്യുന്നു, വീണ്ടും ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നു, വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. അതുപോലത്തെ ഒരു മാറ്റത്തിലൂടെയാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം അതാണ്. എക്സ്പെക്ട് ആരുടെയെങ്കിലൊക്കെ റിട്ടേൺസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഒന്നുകിൽ നിങ്ങൾ ആരുടെയോ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്, അത് അവരൊരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഓർ നിങ്ങളുടെ ലൈഫിലേക്ക് ആരോ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ബഹളം ഉണ്ടാക്കിയിട്ട് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സംസാരിച്ചിട്ട് ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ നിങ്ങൾ കുറെ കാലമായിട്ട് ചില ആളുകളായിട്ട് സംസാരിക്കുന്നില്ല, പക്ഷെ അവർ ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ഒരുപാട് ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്നത് പോലെ സംസാരിച്ച്, അത് മേ ബി ലൈക്ക് നിങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞ് തീർത്തിട്ട് നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ, അത് ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടോ, നിങ്ങളുടെ സിബ്ലിങ്സ് ആയിട്ടോ, നിങ്ങളുടെ ഫാമിലി, അമ്മയായിട്ടോ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതുപോലെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 ക്രൗൺ ചക്ര. ഓക്കെ, സോ നിങ്ങൾ പല രീതിയിൽ നിങ്ങൾ ആക്ടിവേറ്റ് ആവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ മൂവ്മെന്റ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ചക്ര വൈസ് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ സൈക്കിൾ ചക്ര, നിങ്ങളുടെ ത്രോട്ട് ചക്ര, ഹാർട്ട് ചക്ര ആൻഡ് ദ ക്രൗൺ ചക്ര. ഓക്കെ, സോ സ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില ആളുകളുടെ ലൈഫിൽ എഗൈൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ചില ആളുകളുടെ ലൈഫിൽ നിങ്ങൾ എത്ര സ്പെഷ്യൽ ആണ്, അല്ലെങ്കിൽ ആ ഒരു വൺ ആൻഡ് ഓൺലി ഫീലിംഗ്, ഇത് കൺഫർമേഷൻ ഗ്രൂപ്പ് നമ്പർ 2 ചില കാര്യങ്ങൾ അങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പൊസിഷൻ സേഫ് ആണ്. ചില ആളുകളുടെ ലൈഫില്, ചില കണക്ഷനില്, റിലേഷൻഷിപ്പില് നിങ്ങളുടെ പൊസിഷൻ സേഫ് ആണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ്, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വേറെ ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഫൈനലി ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്റെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മേ ബി ലൈക്ക് നമ്മൾ റോങ് ആയിട്ടുള്ള ചില പ്ലേസിലേക്ക് പോകണം, അല്ലെ? അല്ലെങ്കിൽ ചില അങ്ങനത്തെ മാറ്റങ്ങൾ നമ്മൾ പോവേണ്ടതായിട്ടുണ്ടായിരിക്കണം. അത് ശരിയായിട്ടുള്ള കാര്യം എന്നുള്ളതല്ല, പക്ഷേ ചിലത് അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഒരു വ്യക്തി എന്റെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? സോ നിങ്ങൾ പാർട്ട്നേഴ്സ് ഒക്കെ ആണ്, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെയാണ്, അവിടെ നിങ്ങൾക്ക് വേറെ തേർഡ് പേഴ്സണെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ കൂടുതൽ റിയലൈസ് ചെയ്യുന്നുണ്ട്, ആ ഒരു വർത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 ഡിവൈൻ ടൈം.
ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പൊ റീസൺ ഒന്നും അറിയാത്തൊരു സമാധാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കണം ഈ ഒരു സമയത്ത്, അല്ലെ? സോ അതാണ് നിങ്ങളുടെ തോട്ട്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, നിങ്ങളുടെ ഇമോഷൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. പല കാര്യത്തിന്റെ ഒരു ഡിവൈൻ ടൈം ആണ്. അതാണ് നിങ്ങൾക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് പല 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 ടെലിപ്പത്തിക് കണക്ഷൻസ് നിങ്ങൾ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ കോൺവെർസേഷൻ, ആർഗ്യുമെന്റ്സ്, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചില റിലേഷൻഷിപ്പിലൊക്കെ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ആയിട്ട് നമ്മള് വീണ്ടും കാണുന്ന സമയത്തോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ മനസ്സിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആർഗ്യൂ ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് നമ്മുടെ ഇമോഷൻസ് മൊത്തം എക്സ്പ്രസ് ചെയ്ത് പിന്നീട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്, അല്ലെ? ഒരു കാമായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട്, കുറച്ചുകൂടി ഇന്റിമേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 2 അതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പല കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ആളുകളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ലൈഫ് എന്താണോ നിങ്ങളെ ഇപ്പം നിങ്ങൾ പോയിട്ടുള്ള ചില അവസ്ഥകൾ ഉണ്ടാവും, ഒരു വലിയൊരു ഗ്യാപ്പ്, സെപ്പറേഷൻ, ഒരു ലോങ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ പോയിട്ടുള്ള ചില കാര്യങ്ങൾ എന്തിനു സംഭവിച്ചു എന്നുള്ള ഒരു ഫൈനൽ സ്റ്റേജിലേക്കാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിന്റെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ചില ആളുകൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വരുന്നത് ഒന്നിന്റെ വാല്യൂ, ഒന്നിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ഡീൽ ചെയ്യുന്ന മറ്റുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ അത് തിരിച്ചറിയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് ഒരു ഹോം ഫീലിംഗ്, ഒരുപാട് ഹാർമണി നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ലൈഫിൽ, റിലേഷൻഷിപ്പിൽ ആളുകൾക്കിടയിലൊക്കെ പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. ആ ഒരു സമയത്താണ് അത് സ്ട്രോങ് ആയിട്ടൊക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആരാണ് റൈറ്റ്, ആരാണ് റോങ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഫാമിലിയിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാർമണി, നിങ്ങളുടെ വീട് സേഫ് ആണ്, ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്, ആളുകളുമായിട്ട് വരുന്ന സമയത്ത് ഒരുപാട് സേഫ് ആൻഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, ഫിസിക്കലി, ഇമോഷണലി, മെന്റലി നിങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നമ്മുടെ വീട്ടില് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ കൂടെ കിടന്നുറങ്ങുന്ന സമയത്താണ്, അവരെല്ലാവരും നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വളരെ സമാധാനമാണ്, അല്ലെ? ഒരാളെ പറ്റിയിട്ട് നമ്മൾ ബോധർ ചെയ്യുന്നില്ല, അവരവിടെയാണല്ലോ, ഇവരെവിടെയാണല്ലോ, അവരില്ലല്ലോ, സംസാരിച്ചിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ മൊമെന്റ്സും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ സമാധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരും, നിങ്ങളുടെ പേരൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ കുട്ടികൾ, എല്ലാവരും നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് കുറയുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് എല്ലാവരും ഒരു റൂമിൽ കിടക്കുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാവരും ഒരു ബെഡിൽ കിടക്കുന്നത് പോലെ, അത്ര ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്ര ഫുൾഫിൽഡ് ആയിട്ടുള്ള ചില മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് ഒരുമിച്ചുള്ള യാത്രകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hello group number 3, what is happening in your life? നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്? ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ എവിടേക്കോ സെറ്റിൽ ചെയ്യാൻ പോവാണ്, അല്ലെ? എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെന്റ് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. എവിടെ നിൽക്കണം, ആരിൽ സെറ്റിൽ ആവണം, അങ്ങനത്തെ ചില സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കണം. എവിടെയോ നിങ്ങൾ എന്തോ ഒരു കാര്യം കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ അതാണ് നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലും ഒരു മേജർ ഇവന്റിൽ നിങ്ങൾ സെറ്റിൽ ആവാൻ പോവാണ്. അത് വീടായിരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വേണ്ടിയിട്ട് ചില പ്ലേസ്, ചില സ്ഥലങ്ങള്, ചില ഭൂമി, വീട്, ചില ആളുകള് നമുക്ക് വേണ്ടിയിട്ടുണ്ടായിരിക്കാം. ചില ആളുകളായിരിക്കാം നമുക്ക് വേണ്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നിൽക്കേണ്ടതായിട്ടുള്ള ഇതുപോലത്തെ ചില കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരികയാണ്, അങ്ങനത്തെ പ്ലേസിൽ നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ പോവാണ്. അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കണം. പ്രോപ്പർട്ടി ആയിരിക്കാം, സ്ഥലം, വീട്,
അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ സെറ്റിൽ ചെയ്യാനുള്ളൊരു പ്ലാനിലായിരിക്കാം പോകുന്നുണ്ടായിരിക്കാം, മാരേജ് ആയിരിക്കാം. സോ നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിരിക്കാം എന്താണെന്നുള്ളത്. സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കണം. ആൻഡ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് പ്ലേസിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ചില കൺഫർമേഷൻസ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓർ വെരി സൂൺ നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. വെരി 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 സൂൺ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യത്തിലൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് മേ ബി ലൈക്ക് നിങ്ങൾ എടുക്കുന്ന തീരുമാനം കൊണ്ടായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മാറ്റങ്ങൾ വരുന്നതുകൊണ്ടോ ആയിരിക്കാം കുറച്ചുകൂടി സമാധാനമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു കോൺഫിഡൻസും ഒരു ഫ്രീഡം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒന്ന് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യാനോ, ഒറ്റയ്ക്ക് ചില പ്ലേസിൽ പോവാനോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ജോബ് റിലേറ്റഡ് ആയിട്ട് പോവാനോ, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോവാനോ, അങ്ങനത്തെ ഒരു ഫ്രീഡം നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്രീഡം കിട്ടുന്നതും ഈ ഒരു സമയത്തായിരിക്കാം. ആൻഡ് അത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ട്രാൻസ്ഫർമേഷൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കഴിവോ നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അത് ഏത് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് എവിടെ സീഡ് ചെയ്യണം, ഏത് സ്ഥലത്ത് ഏത് രാജ്യത്ത് നിങ്ങൾ കൊണ്ടു കൊടുക്കണം, നിങ്ങളുടെ കഴിവ് ആർക്ക് വേണം, അല്ലെങ്കിൽ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ എവിടെ സെറ്റിൽ ആവണം എന്നുള്ള ഇതുപോലത്തെ കൺഫർമേഷനും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കണം, മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, വീട് മാറുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ വീട് മാറുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ ഒരു പ്ലേസിൽ പോയിട്ട് നിങ്ങൾ സെറ്റിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അത്ര കാലമായിട്ട് നിങ്ങളൊക്കെ കൂട്ടായിട്ടായിരിക്കാം ജീവിച്ചിട്ടുണ്ടായിരിക്കുക, ഫാമിലിയുടെ കൂടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ആയിരിക്കാം നിന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് മാറി നിൽക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്ത് അവസ്ഥയിൽ കൂടിയാണ് പോവാന്നുള്ള ഒരു കൺഫർമേഷൻ, നിങ്ങൾ ഈ ഒരു സമയത്ത് എന്ത് അവസ്ഥയിൽ കൂടിയാണ് പോവാന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു പ്ലേസിൽ നമ്മൾ അത്ര കാലമായിട്ട് കംഫർട്ട് ആയിട്ട് നിന്നിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ പറിച്ചു മാറ്റുക, മാറി നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനും പെട്ടെന്ന് പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെ? സോ ചിലത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുന്ന മാറ്റാണ്, നിങ്ങളായിട്ട് എടുക്കുന്ന മാറ്റാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് ചില കാര്യത്തിലേക്കൊക്കെ വരാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം ചില കാര്യങ്ങൾ. ഓൾറൈറ്റ്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ടിപ്പ് നമ്പർ 3. You may not always understand why certain things happen. However, there is always a higher purpose to the events in your life. Turmoil, a blessing will soon be revealed. Alright, so ഈ ഒരു സമയത്ത് നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടോ അല്ലെങ്കിൽ സിറ്റുവേഷൻ കാരണമൊക്കെ നിങ്ങൾ പോകുന്നതായിരിക്കാം. പക്ഷെ അതാണ് നമ്മൾ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ഇരുട്ടായിട്ടുള്ള വഴിയിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് അറിയില്ല ചുറ്റിലുള്ളത് എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല, അല്ലെ? സോ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വെളിച്ചം കാണാം, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു പ്ലേസിൽ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കാം ആ ഒരു ഇരുട്ട് നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ടാവുക. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്, അല്ലെ? സോ നമ്മൾ വലിയൊരു ട്രബിളിലാണെന്ന് തോന്നിച്ചിട്ടുള്ള ചില സിറ്റുവേഷൻ, അത് മുന്നോട്ട് വരുന്ന സമയത്ത് അത് ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കാം എൻഡ് ആവുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കാം സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില സിറ്റുവേഷനിലേക്ക് ആയിരിക്കാം അത് നമ്മളെ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തിനു സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞോളണമെന്നില്ല, റൈറ്റ്? നിങ്ങൾക്ക് ചില ആളുകൾ അത് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ചില ആളുകൾക്ക് നിങ്ങൾ പോയിട്ടുള്ള ഒരു അവസ്ഥ, നിങ്ങൾ ഇത്ര കാലമായിട്ട് പോയിട്ടുള്ളത് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കാം. ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ
സമാധാനമായിട്ട് എവിടെയെങ്കിലുമൊക്കെ നിൽക്കാൻ പോകുന്നതും ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കും ചില ആളുകൾ പോകുന്നുണ്ടായിരിക്കാം. ചില ആളുകളുടെ അവസ്ഥ നിങ്ങൾ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക്, അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ യാത്രകൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു സമയം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. മാറ്റങ്ങൾ മാറി നിൽക്കണം. നിങ്ങളുടെ സർക്കിൾ മാറുന്നുണ്ട്, നിങ്ങളുടെ അത്ര കൂടുതൽ ആളുകളൊക്കെ മാറുന്നുണ്ട്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാരന്റ്സിനൊക്കെ നിങ്ങൾ വിട്ടു മാറി നിൽക്കുന്ന ചില അവസ്ഥ ഉണ്ടായിരിക്കാം. ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. what you need to hear. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ വലിയൊരു സ്റ്റേജ് എൻഡ് ആവാണ്. ഓക്കെ, നിങ്ങളുടെ വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എൻഡ് ആവാണ്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ടുള്ള ഒരു ലൈഫിന്റെ ഒരു ഫേസ് എൻഡ് ആയിട്ട് നിങ്ങൾ ഒരു പുതിയ ഫേസിലേക്ക് വരികയാണ്. ഓക്കെ, സോ അതിൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. പുതിയ സ്റ്റോറിയിലേക്ക് വരികയാണ്, പുതിയ ചലഞ്ചിലേക്ക് വരികയാണ്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പുതിയ ചാലഞ്ചിലേക്ക് വരികയാണ്. സോ ഇത്ര കാലം പോയതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പുതിയ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്നുണ്ട്, ചില കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രൊഫഷന്റെ മാറ്റം കൊണ്ടായിരിക്കാം, ജോബിലൊക്കെ ഉണ്ടാവുന്ന മാറ്റം കൊണ്ടായിരിക്കാം, ഓർ നിങ്ങൾ എന്തൊക്കെയോ ഒരു സ്റ്റൈലിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ബോഡി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ശരീരത്തിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കണം, ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കണം. ഹെയർ സ്റ്റൈൽ ആയിരിക്കാം, ടാറ്റു, ഓർ നിങ്ങളുടെ കൾച്ചറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ബിലീഫിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കണം. അതാണ് നിങ്ങൾ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ വേറൊരു പ്ലേസിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾക്ക് എന്താണോ ഓക്കെ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് എന്താണോ കൺവിൻസ്ഡ് ആയിട്ട് തോന്നുന്നത്, അത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്താണോ കൺവിൻസ്ഡ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ വരുന്ന മാറ്റമായിരിക്കാം, പുതിയ വിശ്വാസത്തിൽ നിങ്ങൾ പോയി ലാൻഡ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇത്ര കാലം വളർന്നിട്ടുള്ള ആ ഒരു വിശ്വാസത്തിൽ നിന്ന് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കൂടുതലൊരു ഇൻട്രസ്റ്റ് തോന്നാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ മാത്രമായിരിക്കാം നിങ്ങളുടെ സ്റ്റോറിയിൽ കൂടുതൽ ഉണ്ടായിരിക്കും. മറ്റുള്ള ആളുകൾ കുറവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് വലിയൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോളിറ്റ്യൂഡ് സിറ്റുവേഷൻ, നിങ്ങൾ സ്വയം എൻജോയ് ചെയ്യുന്ന ചില സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ കൂടുതൽ ആളുകളെന്ന് എന്റർടൈൻ ചെയ്യുന്നില്ല. അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങൾ ആൾക്കാരുടെ കൂടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കണം, ഒറ്റയ്ക്ക് പോകണം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം, ഒറ്റയ്ക്ക് എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അത് ഇപ്പൊ നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതല്ല, നിങ്ങൾ അതിൽ ഒരുപാട് സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി ലൈക്ക് അത് നിങ്ങളുടെ ഒരു ലൈഫിന്റെ പേർപ്പസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു പ്രത്യേകത ആയിരിക്കാം അത്. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സോളിന്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ചില ഹിഡൻ ടാലൻസ് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ചില സ്കില്ലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഈ ഒരു പോകുന്നൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര കാലമായിട്ട് പോയിട്ടുള്ള പല സിറ്റുവേഷനും, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര കാലമായിട്ട് പോയിട്ടുള്ള ഐഡന്റിറ്റി എന്നൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്വഭാവത്തിലെ കാഴ്ചപ്പാടിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ബോയ്സിനെ കണ്ടിട്ടുണ്ട്, ഒരു ഏജ് ആവുന്ന സമയത്ത് അവരുടെ സൗണ്ട് ഒക്കെ കംപ്ലീറ്റ്ലി മാറും അല്ലെ. സോ അവർ പ്രായപൂർത്തിയാവുന്ന സമയത്ത് അവരുടെ സൗണ്ടിലൊക്കെ മാറ്റങ്ങൾ വരും. അത്ര കാലമായിട്ട് അവർ കാണിച്ചിട്ടുള്ള ഒരു സ്വഭാവം ആയിക്കൊള്ളണമെന്നില്ല പിന്നീട് അവർ കാണിക്കുന്നുണ്ടായിരിക്കും. പെൺകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എനർജിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിലോ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളായിട്ട് അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അത് നാച്ചുറലി സംഭവിക്കുന്ന ചില കാര്യമായിരിക്കാം. നിങ്ങളെ കൂടുതൽ തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾ അത് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ അത്ര കാലമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ സർക്കിളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അത്ര കാലമായിട്ട് നിങ്ങളുടെ കൂടുതൽ ആളുകളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടെ അത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യത്തിലേക്ക് കണക്ട് ആവുന്നില്ല. വളരെ സെലക്റ്റീവ് ആയിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്നത്. ഈവൻ നിങ്ങളുടെ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സെലക്റ്റീവ് ആയിട്ടായിരിക്കാം എടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ ഡിസിപ്ലിൻ അല്ലെങ്കിൽ അതൊരു ലൈക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, സോ ഒക്കെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുക, റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. നിങ്ങൾ കുറച്ചുകൂടെ വൈസ് ആയിട്ടാണ് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നില്ല. ഫൈനാൻഷ്യലി നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. ഫൈനാൻഷ്യലി ഉള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുള്ളത് അവിടുന്ന് നിങ്ങൾക്കൊരു ഫ്രീഡം ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ചിന്തിക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നിങ്ങൾ എടുക്കുന്നുണ്ട് ലൈഫിൽ.
ഓൾറൈറ്റ്. സോ നിങ്ങളുടെ കുറച്ചുകൂടി ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വേർഷൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഇന്റലിജൻസ് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഓൾറൈറ്റ്. സോ ചില ബൗണ്ടറീസ് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവരും നിങ്ങൾ ലൈഫിൽ എന്റർടൈൻ ചെയ്യുന്നില്ല അല്ലെ. ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാണ്ടാവുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, അത് നിങ്ങൾക്ക് നാച്ചുറലി ഉണ്ടാവുന്ന മാറ്റാണ്. അത്ര കാലമായിട്ട് നിങ്ങൾക്ക് കേട്ടിരിക്കാം ഇഷ്ടം തോന്നിയിട്ടുള്ള കോൺവെർസേഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ അത്ര കാലമായിട്ട് നിങ്ങൾ എന്റർടൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡിറ്റാച്ച്മെന്റ് അതിനോട് ഉണ്ടാവുക. നിങ്ങൾ അത് കൂടുതൽ എൻഗേജ്ഡ് ആവുന്നില്ല, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ലൈക്ക് മെച്ചൂർഡ് ആയിട്ടുള്ള വേർഷനിൽ കൂടെ നിങ്ങൾ കണക്ട് ചെയ്യാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്ര കാലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓക്കെ ഞാൻ ഇങ്ങനെയൊക്കെയായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചിന്തിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണോ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഞാൻ സീരിയസ് ആക്കി എടുത്തത്, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ ചില തിരിച്ചറിവുകൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നോണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിലും ലൈഫിലും ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കുറച്ചുകൂടി സൈലന്റ് ആയിട്ടാണ് പോകുന്നത്. അതായത് നിങ്ങളെ ആവശ്യത്തിന് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നുള്ളൂ. കാരണം നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ തേർഡ് ഐ ചക്ര നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാനും നിങ്ങളുടെ സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാനും നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആവുന്നത്. അത് നിങ്ങൾ ഇന്റൻഷനലി ചെയ്യാന്നുള്ളതല്ല, ഈ ഒരു സമയം അതാണ് നിങ്ങൾക്ക് കൂടുതൽ ആക്ടിവേറ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങള്, നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന കാര്യങ്ങൾക്കൊക്കെ അതുപോലത്തെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ഡിസയർ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഡിസയർ, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലി കണക്ട് ചെയ്തിട്ടുള്ള ആളുകള്, അവര് നിങ്ങൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിലൊക്കെ ചില മാറ്റങ്ങൾ, നിങ്ങളുടെ ആ ഒരു ഹാബിറ്റിലൊക്കെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ അതുവരെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകള്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തന്നെ അറിയാം അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. സോ മേ ബി ലൈക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അതുപോലത്തെ ആളുകളെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ 1-2 റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. ഇന്റൻഷനലി ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക സിറ്റുവേഷൻ. ഓക്കെ, സോ അത് നിങ്ങൾ എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസ് എന്ന് നിങ്ങൾ നല്ലൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓത്തന്റിക് ആയിട്ടുള്ള ഒരു ഐഡിയാസിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, അതാണ് നിങ്ങളുടെ മിസ്റ്റേക്സ് കൂടുതൽ റിയലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര കാലമായിട്ട് പോയിട്ടുള്ള അവസ്ഥ നിങ്ങൾ കൂടുതൽ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതല്ല വേണ്ടത് എന്നുള്ള ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആളുകളിലേക്ക് വരുന്ന സമയത്തും കുറച്ചുകൂടി സെലക്റ്റീവ് ആവുന്നത്. ഓക്കെ, സോ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്, ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട് നിങ്ങൾ. സോ അത് നിങ്ങൾക്ക് ലൈഫിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റമാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ആരോടാണോ ഫിസിക്കലി അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരുമായിട്ടാണോ ഫിസിക്കലി ഇന്ററാക്ട് ചെയ്യുന്നത്, അത് പ്രോബബ്ലി നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ചില പ്ലേസോ ആളുകളോ റിലേഷൻഷിപ്പ് സിറ്റുവേഷനോ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം. ഈവൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം. സോ ഫ്രം ദാറ്റ് പ്ലേസ് നിങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ വിഡ്രോ ആവുന്നുണ്ട്. നിങ്ങളുടെ ശരി തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി ക്ലെൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ശരി തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾ അത് മാറ്റം വരുത്തുന്നുണ്ട്, മാറ്റി കാര്യങ്ങൾ വെക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങളെ കൊണ്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടേതായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ചില സോളിറ്റ്യൂഡ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സോളിറ്റ്യൂഡ് ആണ് വേണ്ടത്. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെ ലീഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് നിങ്ങൾ അവിടെ വളരെ പീസ്ഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് മാത്രമാണ് ഈ ഒരു സമയത്ത് ശ്രദ്ധ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാനാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്നൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടായിരിക്കണം. പക്ഷെ ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 3.
ഓക്കെ, സോ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സോൾ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നമ്മുടെ ഓതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത്ര കാലം നമ്മൾ എങ്ങനെ പോയിട്ടുണ്ട്, ആരൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല. ഓക്കെ, നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത്, നമ്മളുടെ സിറ്റുവേഷൻ റിയലൈസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതുപോലത്തെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുക. അല്ലെങ്കിൽ ഈവൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മളുടെ ഉള്ളിൽ തന്നെ കിട്ടി തുടങ്ങുക. നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ ചില പ്ലേസ് ഒക്കെ നിങ്ങൾ വളരെ മിനിമൈസ് ആവുന്നുണ്ട്, വളരെ സെലക്റ്റീവ് ആയിട്ട് ആളുകൾ എടുക്കുന്നുണ്ട്, ചിലതൊക്കെ മാറ്റി വരുത്തുന്നുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്, എന്റർടൈൻ ചെയ്യുന്നില്ല. ചില പ്ലേസ് ചില ആളുകളുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾ ഈവൻ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ പുറത്തേക്ക് വരണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്ന മൊമെന്റിൽ നിങ്ങൾക്ക് അങ്ങനത്തെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില സ്പിരിച്വൽ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നല്ല മാറ്റങ്ങളാണ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണക്റ്റഡ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ബൈ.